നല്ല ചർച്ചയാണ് സമൂഹത്തിൽ നടന്നിട്ടുള്ളത്. നല്ല ഇതിൽ ചർച്ച നടത്തുക, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ട് പറയുന്നതിലും കാര്യമുണ്ട്, അനുകൂലമായിട്ട് പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും അത് നല്ല ചർച്ച നടക്കട്ടെ എന്നുള്ള നിലയിലാണ്. ഈ വർഷം എന്തായാലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൽ ഈ വേനൽ അവധി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ചൂടാണ്, നല്ല ചൂടിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ അവധികളുടെ പ്രശ്നമുണ്ട്. ഇൻ്റർനാഷണൽ സർവകലാശാലകളിൽ ക്ലാസ് ആരംഭിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെയാണെങ്കിൽ മറ്റാണെങ്കിൽ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യാത്ത സാഹചര്യമുണ്ട്. ബസ് കൺസെഷൻ സ്വന്തമായിട്ട് സ്കൂളുകൾക്ക് ബസ്സുണ്ടെങ്കിലും അതിൽ കുറച്ച് കുട്ടികളെ പോകുള്ളൂ. സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികളൊക്കെ ബസ്സിലാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ്സിലോ KSRTC ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് പോകാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി പറ്റില്ല. കുട്ടനാടാണെങ്കിൽ 6 മാസക്കാലം സ്കൂൾ തുറക്കാൻ വേണ്ടി പറ്റില്ല. ഇത് മാത്രമല്ല, മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്കൂളുകളാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾക്ക് പനിയും മറ്റ് രോഗങ്ങളും വരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ അനുകൂലമായിട്ടും പ്രതികൂലവും. പിന്നെ കളക്ടർ അവധി കൊടുക്കുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് രക്ഷകർത്താക്കൾ മുഴുവൻ, കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണല്ലോ. 47 ലക്ഷം വിദ്യാർത്ഥികളുടെ വീടുകളിലും അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ പ്രശ്നമാണല്ലോ. അപ്പോൾ അവധി കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഒരു ചർച്ചയ്ക്ക് വെച്ചാണ്, നമുക്ക് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത് ഏറ്റവും പുറകെയിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ പുറവശത്തും ഫ്രണ്ടിലും ഇരിക്കുന്ന കുട്ടികളുണ്ടാവാറുണ്ട്. പലപ്പോഴും പുറവശത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അധ്യാപകർക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള 14,000 സ്കൂളുണ്ട്. 14,000 സ്കൂളിൽ ഓരോ ക്ലാസ്സിലും ഒരു 10 കുട്ടികളെ വെച്ച് കൂട്ടിയാൽ തന്നെ എത്ര കുട്ടികളായിരിക്കും അങ്ങനെ പുറകെ ഇരിക്കുന്നത്? അപ്പോൾ അതിനൊരു പരിഹാരം കാണണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ അവർ പരീക്ഷിക്കുന്നുണ്ട് ഈ U ഷേപ്പിലുള്ള കാര്യം. അത് നമുക്കൊരു ഒരു കമ്മിറ്റിയെ മറ്റോ വെച്ച് അതും അതൊരു പരീക്ഷണം നടത്താൻ സംബന്ധിച്ചത് ആലോചിക്കുന്നുണ്ട്. ഒരു കാരണവശാലും കുട്ടികളുടെ അവർക്ക് കിട്ടേണ്ട കൺസെഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. കുട്ടികളെ ഒരു അനുകമ്പയുടെ പുറത്താണ് ഞങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള നിലയിലുള്ള നിലപാട് ബസ് കണ്ടക്ടർക്കും ഡ്രൈവർക്കും എടുക്കാൻ വേണ്ടി പാടില്ല. കുട്ടികൾ പറയുന്ന സ്ഥലത്ത് നിർത്തൂല, വല്ല സ്ഥലത്തും കൊണ്ട് നിർത്തും. വളരെ കഷ്ടമായ നിലപാട് ഗവൺമെൻറ് ആ കാര്യത്തിലെടുക്കും. ഇപ്പോൾ ഇതൊരു രണ്ടാനച്ഛൻ പ്രശ്നത്തിന് പറഞ്ഞല്ലോ, ഒരു വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. കേരളത്തിൽ എത്ര കുട്ടികൾ ഉണ്ടങ്ങനെ? ഞാനിന്നലെ ആ 2 വീടുകളിൽ പോയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു പെൺകുട്ടിയാണ്, 9 വയസ്സേ ഉണ്ട്, പുസ്തകം എഴുതും, കവിത എഴുതും, സ്കൂളിലെ ലീഡറാണ്. ആ മോളെ 2 ആഴ്ചക്കാലമായിട്ട് രണ്ടാനമ്മയോട് ചേർന്നുകൊണ്ട് ഒരു മുറിയിൽ അടച്ചിട്ടൊക്കെയാണ്. കുട്ടിയെ അടിച്ച് ശരിക്കും മർദ്ദിച്ചു. ഞാനവിടെ ചെല്ലുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ കുട്ടിയിരുന്ന് പറയാണ്, അങ്കിൾ വാപ്പച്ചിയെ ഒരു താക്കീത് കൂടെ കൊടുത്താൽ മതി. കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയഭേദകമാണ്. അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് പോയി ഇന്നലെ. അവിടെ ചെന്നപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ. എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരുന്നതെന്ന് വെച്ചാൽ, ഇസ്തിരി എന്നല്ലേ ഇവിടെ പറയുന്നത്, അയൺ ബോക്സ് കാല് വെച്ചങ്ങ് തേച്ചൊക്കെ മൊത്തം വച്ച് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അത്ര കുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് ടീച്ചർമാർ ഈ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൗൺസിലിംഗ് പ്രത്യേകം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നാട്ടിൽ പഞ്ചായത്ത് രഹസ്യമായിട്ട് തന്നെ നാട്ടിൽ ഈ കുട്ടികളുടെ വീട്ടിൽ എന്ത് നടക്കുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു രഹസ്യ അന്വേഷണം നടത്താൻ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ, കുട്ടികൾ പേടിച്ച് പറയുന്നില്ലല്ലോ ഈ ദുഷ്ടന്മാർ, ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുണ്ടെന്നുള്ള വിവരം. അപ്പം ആ കാര്യങ്ങളിൽ തന്നെ കുട്ടികളുടെ വശം നിന്നുകൊണ്ട് ചിന്തിക്കുന്ന പോലെ തന്നെ ഈ ബസ്സിൽ കുട്ടികളെ കയറ്റിക്കൊണ്ട് വരുന്ന കാര്യത്തിലും അത് കുട്ടികൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തി കൊടുക്കണം. കുട്ടികളോട് മോശമായി പെരുമാറാൻ വേണ്ടി പാടില്ല.
കുട്ടികൾ ബസ് കൺസെഷനിലാണ് യാത്ര ഉള്ളതുകൊണ്ട് രണ്ടാം തരം പൗരന്മാരാണ് എന്നുള്ള നിലയിൽ എടുക്കാൻ പാടില്ല. കുട്ടികൾ ഇരിക്കുകയായിരിക്കും. അവൻ കൺസെഷൻ ലെവൽ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. വേറെ ഒരു പ്രമാണി ബസ്സുകാർ വരുമ്പോൾ കുട്ടികളെല്ലാം എണീപ്പിച്ചിട്ട് അവനെ നിർത്തുക. അതൊന്നും പറ്റില്ല. പരാതി കിട്ടിക്കഴിഞ്ഞാൽ കർശനമായ നടപടി. ഞങ്ങൾ CBSE പരീക്ഷ പ്രത്യേകമാണ് നടത്തുന്നത്, SSLC പരീക്ഷ പ്രത്യേകമാണ് നടത്തുന്നത്. രണ്ടും രണ്ടായിട്ടാണ് നടത്തുന്നത്. അല്ല, രണ്ടും ഒരു പരീക്ഷയില്ല. CBSE പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ല, ഇപ്പം നടപ്പാക്കുന്നില്ലെന്ന് തന്നെയാണ് തീരുമാനം. അല്ലാതെ ഇപ്പം പിന്നെ CBSE പാഠപുസ്തകങ്ങൾ എല്ലാം വെട്ടിമാറ്റിയല്ലോ. മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ, പിന്നെ ഗുജറാത്ത് കലാപം, പിന്നെ അതുപോലെ ഉള്ള കുറേ കാര്യങ്ങൾ വെട്ടിമാറ്റിയല്ലോ. നമ്മൾ പുതിയ പാഠപുസ്തകം ഇറക്കിയല്ലോ. കുട്ടികളെ ആ പാഠപുസ്തകം കുട്ടികൾ പഠിക്കുകയും പരീക്ഷ എഴുതി ചെയ്തല്ലോ. അപ്പോൾ പൊതുവിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് കേരളത്തിൻ്റെ കുറേ അധികാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഇത് ഒരു ചർച്ച രാജ്യം നടന്നിട്ടില്ലല്ലോ. യാന്ത്രികമായ ഒരു ദിവസം പ്രഖ്യാപിക്കുകയാണല്ലോ. അത് SCRT ഉണ്ട്, പിന്നെ SCRT കേരളത്തിലുണ്ട്, NCRT കേന്ദ്രത്തിലുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് പിന്നെ SCRT പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതെല്ലാം വിളിച്ചുകൂട്ടി അതിലൊക്കെ മന്ത്രിമാർ മെമ്പർമാരാണ്. വിളിച്ചുകൂട്ടി ജനാധിപത്യപരമായ ഒരു ചർച്ചയുണ്ട്. ഒരു പരീക്ഷ പോലുള്ള ഒരു വലിയൊരു സംവിധാനത്തെ മാറ്റി പുതിയൊരു സംവിധാനത്തേക്ക് ചില വിദേശ രാജ്യങ്ങൾ ഉള്ള സംവിധാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്ന് ചർച്ച ചെയ്യാനുള്ള മനോഭാവങ്ങൾ കാണിക്കണ്ടേ. ഏകപക്ഷീയമായി ഇത് ഇത്തരം ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് തന്നെ. എന്നാ മുട്ടത്രയോ ഞാൻ വരുന്നേരം അതുകൊണ്ടായിരുന്നില്ലേ, ഞാൻ ട്രിവാൻഡ്രം തിരിക്കുന്നേരെ ഞാൻ ഒന്ന് ട്രിവാൻഡ്രത്തൊന്ന് ബന്ധപ്പെട്ട് നോക്കട്ടെ.